ആ, ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ HSCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണല്ലോ. ഈ ഏപ്രിൽ 30 HSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന്. ഇപ്പോൾ ഓൾറെഡി എല്ലാ വിഷയങ്ങളുടെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ആസ് പെർ എക്സാം ടൈം ടേബിൾ അല്ലെങ്കിൽ എക്സാം കലണ്ടർ പ്രകാരം ഓരോ എക്സാമിൻ്റെയും ഓരോ HSCയുടെയും എക്സാമും ഡേറ്റും ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടേത് ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ കൺഫർമേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരു കറക്റ്റ് ഡേറ്റ് അറിയാം. എന്നിരുന്നാലും ഈ ഏപ്രിൽ 2025-30 എന്തൊക്കെയും വരുന്ന സ്ഥിതിക്ക് ഈ ഒരു വർഷം, അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ എക്സാം നടത്തണം എന്നാണ് സാധാരണ രീതിയിൽ PSCയുടെ ഒരു തീരുമാനം. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് PSC തുടരുന്നൊരു രീതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ വന്നു കഴിഞ്ഞ് നമുക്കൊരു ഡിസംബർ ജനുവരിയോടുകൂടി എക്സാം പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠനത്തിലോട്ട് ഒന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കാര്യം ഓൾറെഡി ഇപ്പോൾ കുറേ പേര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ HSC കിട്ടാത്തവരും റാങ്ക് ലിസ്റ്റിൽ ബാക്കിൽ പോയവരും എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അന്നത്തെ HSC കഴിഞ്ഞപ്പോൾ നിർത്തി, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേ എക്സാംസിനൊക്കെ വേറെയൊക്കെ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ആ ഒരു രീതിയിൽ HSC അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങിനായിട്ടുള്ളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷനൊന്നും പിന്നെ അതിന് ശേഷം ഞാൻ നടത്തിയിട്ടില്ല. ഇനി ഇപ്പോൾ നമുക്കൊരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ സിലബസിനെ കുറിച്ചിട്ടാണ്. സിലബസ് ഇപ്പോൾ HSC നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസിന് യാതൊരു ചേഞ്ചും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെയും സിലബസിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ ഉള്ളൊരു സിലബസ് എന്ന് പറയുമ്പോൾ 2000 ലാസ്റ്റ് നടന്ന എക്സാമിന് നടന്നത്, അതായത് 2023-24 എക്സാം നടക്കുന്നത്. ആ സമയത്ത് നമുക്കൊരു സിലബസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സിലബസ് വെച്ച് തന്നെ ഇപ്പോൾ HSCക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുന്നവർക്ക് തുടങ്ങാം. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം PSCയുടെ കാര്യമാണല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ HSST എക്കണോമിക്സിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്സാമിന് ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സിലബസ് വെച്ച് ഞങ്ങൾ പഠനം നല്ല രീതിയിൽ പോവുകയായിരുന്നു. എക്സാമിന് കൺഫർമേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്ത് സംഭവിച്ചത്, സിലബസ് വന്നത്. ആകെ കൂടി ഒരു 73-75 അത്രയും ദിവസം എന്തോട്ടെ ഞങ്ങൾക്ക് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ പക്ഷേ കിട്ടിയുള്ളൂ. അതൊരു കാര്യമാണ്. അപ്പോൾ അതും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കുള്ള സിലബസിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുക. സിലബസിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുമ്പോൾ 20 മാർക്സും പാർട്ട് ബി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സബ്ജക്റ്റുമാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഇത് ഓരോ മൊഡ്യൂളുകളായിട്ടാണ് പാർട്ട് ബിയിൽ ഡിവിഷൻ വന്നിരിക്കുന്നതെങ്കിലും ബേസിക്കായിട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിക്സും ആണ് ഉള്ളത്. അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. ഈ ഹിസ്റ്ററിനെ തന്നെയാണ് എഗെയിൻ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും 2 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജോഗ്രഫീനെ 2 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് എയുടെ കാര്യം 20 മാർക്സിനാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് റിനൈസൻസും ജനറൽ GKയും കറണ്ട് അഫെയറും മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഓഫ് ദ സബ്ജക്റ്റും, ഇത്രയും 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണത്തെ എക്സാം എഴുതിയവർക്ക് അറിയായിരിക്കും, എക്സാം നമ്മൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമല്ല, എന്താ പറയുക, ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയുമല്ല. ആ ഒരു ലെവലിലാണ് പോയത്. പിന്നെ കട്ട് ഓഫൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫുമായിരുന്നു. പിന്നെ റാങ്കിൻ്റെ കാര്യം, എത്ര നല്ല റാങ്ക് നിങ്ങൾക്ക് നേടുന്നോ അത്രയും നിങ്ങൾ സുരക്ഷിതമാണെന്നേ പറയാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാൻ കേട്ടോ. നല്ലൊരു റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ജോലിയുടെ കാര്യത്തിൽ ഷുവർട്ടി പറയാൻ കഴിയുള്ളൂ. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. നമുക്ക് ആദ്യം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. പ്രിപ്പറേഷൻ നല്ല രീതിക്ക് പോകട്ടെ. ആദ്യം നമ്മുടെ പാർട്ട് ചെയ്യാം. അതിന് ശേഷം എക്സാമിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ HSC പ്രിപ്പറേഷന് വേണ്ടി ആലോചിക്കുകയാണ്. ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ അപ്ഡേറ്റ്സ് ഞാൻ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഈ
ചെറിയ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു സന്തോഷം. ഇനി ഞാനൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒറ്റയ്ക്ക് ഇരുന്നുള്ള പഠിത്തം ഭയങ്കര ബോറടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ പോയിൻറ്റ്സ് നമുക്ക് കൊടുത്താലും എത്രയും ഷെയർ ചെയ്താൽ അത്രയും നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരമാണല്ലോ. ഇപ്പോൾ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ. ഞാനപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.